നമസ്കാരം. ഈ പൊന്നാടയ്ക്കും ഈ ഷീൽഡിനും ഒക്കെ അതിൻ്റെതായ പ്രസക്തിയും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് തരുന്ന കയ്യടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഇതാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ആ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു വിജയം കിട്ടുന്നതും ഇത്രയും കയ്യടി കിട്ടുന്നതും ഞങ്ങളെ കാണാൻ നിങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്നതും ഒക്കെയാണ് ഒരുപാട് സന്തോഷം തരുന്നത്. ഇത്രയും നല്ലൊരു സിനിമ ചെയ്തിട്ട് ഒരു വിജയ സിനിമയുടെ ഭാഗമായി വന്ന് നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സിനിമ ഇഷ്ടമായില്ലേ? താങ്ക് യു. അപ്പോൾ ഇനി കാണാനുള്ളവരോട് നിങ്ങൾ എല്ലാവരും പറയണം ഈ സിനിമ എന്തുകൊണ്ട് കാണണം എന്നുള്ളത്. ഈ സിനിമ കണ്ടില്ലെങ്കിൽ എത്ര നഷ്ടമാണെന്നുള്ളത് കൂടെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഇനിയും ഈ സ്നേഹം തുടർന്നുണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂർകാരനാണ് ഇതിന്റെ റൈറ്റർ. ഇതിന്റെ ഒറിജിനൽ സ്റ്റോറി അദ്ദേഹത്തിനെയാണ് രാമു. ഈ തിയേറ്ററിന്റെ തൊട്ടടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. പക്ഷേ തിയേറ്ററിലേക്ക് വരാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് കൂടെ ഒരു കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഇനി ഇവിടെ സംസാരിക്കാൻ പോകുന്നത് മോഹൻലാലും പ്രിയദർശനുമായിട്ട് എന്തും പ്രശ്നം എന്ന് പറഞ്ഞ് ഇന്നത്തെ ഒരു കറണ്ട് സെനാറിയോ കാണിച്ചു തന്ന ഒരാളാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രവിചേട്ടൻ. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും അയൽക്കാരാണെന്ന് അറിയാം. എങ്കിലും ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ അദ്ദേഹത്തിനോട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുമ്പോൾ കാർന്നവരാണ് ആവശ്യം. ഇങ്ങനെ കാർന്നവരായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പടം കണ്ട ആൾക്കാരാണല്ലോ. ഒരു കാര്യം നേരത്തെ പറഞ്ഞ് ഒന്നുകൂടെ ആവർത്തിക്കാൻ പറയാം. തൃശ്ശൂർക്കാർക്ക് ഇട്ടായാൽ പടം ഗംഭീരമായിട്ട് തൃശ്ശൂരാണ് ഞങ്ങളുടെ സാംസ്കാരിക കേന്ദ്രം. ആയി എന്നാണ് പറയുന്നത് എല്ലാവരും. അതുകൊണ്ട് ഗംഭീരമായിട്ട് എല്ലാ സ്ഥലത്തും പോകും. താങ്ക് യു വെരി മച്ച്. ഒരു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് അതിലും ഞാനുണ്ട്. അടുത്ത സിനിമയാണ് ഇത് വെക്കുന്നത്. അതിലും ഞാനുണ്ട്. ഇനി എന്തായാലും ഇനിയുള്ള സിനിമയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. കലണ്ടർ പ്രകാശനാണ്. ഈ സിനിമ സംഭവിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഈ മെഗാസ്റ്റാറിന്റെ സമ്മതമായിരുന്നു.